സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ, അത് പശ്ചിമേന്ത്യയിൽ, പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഒക്കെ വളർന്നു വന്ന സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഹാത്മാ ജ്യോതിറാവ് ഫുലെ, കേരളത്തിലാണെങ്കിൽ അയ്യങ്കാളി, പൊയ്യിലപ്പച്ചൻ, ഇവിടെ സൂചിപ്പിച്ച നാരായണഗുരുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ മൈത്രി എന്ന് പറഞ്ഞ സങ്കല്പത്തെ സാഹോദര്യമായി മറ്റെല്ലാ എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളും തമ്മിൽ സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സാമൂഹ്യ ജീവിതമാണ് ആവശ്യമെന്നും, പരമ്പരാഗതമായി നിലനിന്ന ജാതിയുടെയും ജാതി മേൽക്കോയ്മയുടെയും ജാതിയുടെ പേരിലുള്ള ആധിപത്യത്തിൻ്റെയും ജാതി മേൽക്കോയ്മയ്ക്കെതിരായി സാമൂഹികമായ സാഹോദര്യത്തിൻ്റെ ഒരാശയമായി മൈത്രിപൂർണമായ ജീവിതം മലയാളി ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് പരിചയപ്പെടുത്തുകയും അതിനൊരു ഒരേ സമയം തന്നെ തത്വചിന്തയായും സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട സാമൂഹ്യ മര്യാദയായി, ജീവിതക്രമമായി, ജീവിത അവബോധമായി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ അത് പങ്കെടുക്കുന്നുണ്ട്. അതുവഴി എല്ലാ സമുദായങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന് അധിഷ്ഠിതമായ ഒരു മൈത്രിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ മൈത്രിപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതമാണ് വേണ്ടത് എന്നുള്ള സന്ദേശമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കീഴാള സമൂഹങ്ങളിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവിടെ സൂചിപ്പിച്ച നാരായണഗുരുവിൻ്റെ എല്ലാ ആശയങ്ങളും അടിസ്ഥാനപരമായി തത്വചിന്തയുടെ തലത്തിലാണെങ്കിലും സമൂഹത്തിൽ മറ്റെല്ലാ സമുദായങ്ങളും, ക്രിസ്ത്യൻ സമൂഹമാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും മറ്റെല്ലാ സമുദായങ്ങളും തന്നെ മൈത്രിപൂർവമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതത്തിൽ സഹവർത്തിത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സന്ദേശമാണ് നാരായണഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ, നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. ഇന്ന്